വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കാമുകിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക, ശേഷം മുറിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുക. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഹോട്ടൽ മുറി എടുത്ത ശേഷം പെൺകുട്ടിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ ശ്രമം നടത്തുക. കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിലും സംഗതി സത്യമാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പീയൂഷ് ദംതോനിയ എന്ന MBA വിദ്യാർത്ഥിയാണ് സഹപാഠിയും കാമുകിയുമായ 24-കാരിയെ കൊലപ്പെടുത്തിയത്. വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഫെബ്രുവരി 10-നായിരുന്നു കൊലപാതകം. താമസ സ്ഥലത്ത് ഉപേക്ഷിച്ച മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വന്നതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ദ്വാരകാപുരിയിലെ താമസ സ്ഥലത്ത് നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽപ്പക്കത്തുള്ളവർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടിയുടെ 3 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തുന്നത്. നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തിന്റെ പങ്ക് മനസ്സിലാക്കുന്നതും പീയൂഷിനെ മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതും. പെൺകുട്ടിയും പീയൂഷും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ വിവാഹത്തോട് വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കവും ഉണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് ഫെബ്രുവരി 10-ന് വൈകിട്ട് ബർത്ത്ഡേ പാർട്ടിക്കെന്ന് പറഞ്ഞ് പെൺകുട്ടി പീയൂഷിനൊപ്പം പോകുന്നത്. രാത്രി 11 മണിയോടെ തിരിച്ചെത്തുമെന്നായിരുന്നു പെൺകുട്ടി വീട്ടുകാരോട് അറിയിച്ചിരുന്നത്. എന്നാൽ തിരികെ വന്നില്ല എന്ന് മാത്രമല്ല, ഇരുവരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫെബ്രുവരി 10-ന് രാത്രി പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പീയൂഷ് കോളേജ് ഗ്രൂപ്പിൽ ഇട്ടുവെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. കോളേജ് മാനേജ്മെന്റ് ഈ വീഡിയോ നീക്കം ചെയ്യുകയും അടുത്ത ദിവസം തന്നെ പെൺകുട്ടിയുടെ പിതാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും കൊലപാതകം നടത്തി പീയൂഷ് കടന്നു കളഞ്ഞിരുന്നു. പീയൂഷ് താമസിച്ചിരുന്ന സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നീടാണ് ആ വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നുവെന്ന് അയൽക്കാർ പരാതിപ്പെടുന്നതും അതേ തുടർന്ന് പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്തു കയറി പരിശോധിക്കുന്നതും.